ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓൾഡ് ബാംഗിൾസ് വെച്ചിട്ട് ഒരു വാൾ ഹാങ്ങിങ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി നമുക്ക് വൂളൻ ത്രെഡ്സ് വേണം. ഗ്രീൻ കളർ ത്രെഡാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി അതിൽ നിന്ന് ഞാനിപ്പോൾ എടുത്ത പോലെ കുറച്ചധികം നീളത്തിൽ ഒരു പീസ് കട്ട് ചെയ്തിട്ട് എടുക്കാം. എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 ലെയറായിട്ട് എടുക്കണം. എന്നിട്ട് ഒരു ബാംഗിൾ എടുത്ത് അതിൽ ത്രെഡ് നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ബാക്കി ത്രെഡ് അതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ടൊന്ന് ചുറ്റി കൊടുക്കണം. അങ്ങനെ ബാംഗിൾസ് മുഴുവൻ നല്ല ടൈറ്റിൽ ഗ്യാപ്പ് ഒന്നും കാണാത്ത രീതിയിൽ നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് എൻഡിലൊരു കെട്ടിട്ടിട്ട് നമുക്ക് ബാലൻസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബാക്കി ബാംഗിൾസ് നമുക്കൊന്ന് ചുറ്റിയെടുക്കാം. ഇതുകൊണ്ട് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി ഇതുപോലത്തെ ചെറിയൊരു സ്കെയിൽ എടുത്തിട്ട് ആ സ്കെയിലുമേൽ നമ്മളിതൊന്ന് ചുറ്റി കൊടുക്കണം. ഞാനിപ്പോൾ 30 പ്രാവശ്യമാണ് ചുറ്റിയെടുക്കുന്നത്. ഫുൾ ചുറ്റി കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. എന്നിട്ട് സെൻറ്റർ ഒന്ന് ചെറിയ നൂലേറ്റൊന്ന് കെട്ടിക്കൊടുക്കുക. സെൻറ്ററിൽ വേണം കെട്ടിക്കൊടുക്കാൻ. നല്ല ടൈറ്റായിട്ട് നല്ല മുറുക്കി വേണം ഒന്ന് കെട്ടിക്കൊടുക്കാൻ. സെൻറ്റർ കെട്ടിയതിന് ശേഷം നമുക്ക് അറ്റം എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. കട്ട് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അതുപോലെ 5 ഫ്ലവേഴ്സും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് 2 ബാംഗിൾ എടുത്തിട്ട് തമ്മിലൊന്ന് കെട്ടിക്കൊടുക്കുക. പശ ഉണ്ടെങ്കിൽ പശ ഒട്ടിച്ചാലും മതി. ഞാനിപ്പോൾ ഒന്നും കൂടി സെക്യൂർഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നൂല് കൊണ്ട് കെട്ടിക്കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് കെട്ടിയെടുക്കാം. ഇനി അടുത്ത ബാംഗിൾ എടുത്ത് അതിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക. അങ്ങനെ ബാക്കി എല്ലാ ബാംഗിൾസും ഒന്ന് റൗണ്ട് ചെയ്തിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. ഇതുപോലെ എല്ലാതും ഒന്ന് കെട്ടിയെടുക്കുക. സെൻറ്ററിൽ ഒരു ബാംഗിൾ വെച്ചിട്ട് ബാക്കി 6 ബാംഗിളും നമ്മൾ തമ്മിൽ പരസ്പരം ഒന്ന് ബന്ധിച്ചിട്ട് കെട്ടിക്കൊടുക്കണം. ഇപ്പോൾ ഫുള്ളായിട്ടൊന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫ്ലവേഴ്സ് ഒന്ന് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് വേണം വെച്ച് കൊടുക്കാൻ. എന്നിട്ട് പശ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് ഹാഫ് ബീഡ്സ് ആണ്. ഈ ഹാഫ് ബീഡ്സ് നമുക്ക് ഓരോ ഫ്ലവറിൻ്റെ മുകളിലും ഒന്ന് ഒട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതുപോലത്തെ ഒരു കാർഡ് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ സ്കെയിലുമ്പോൾ ചുറ്റി കൊടുത്തതുപോലെ ഇതിൽമേലും ഒന്ന് ചുറ്റി കൊടുക്കുക. 30 പ്രാവശ്യം തന്നെയാണ് ഞാനിപ്പോഴും ചുറ്റുന്നത്. കുറച്ചും കൂടി ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ATM കാർഡ് എടുത്തത്. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് നേരത്തെ നമ്മൾ സെൻറ്ററിലാണ് കെട്ടിക്കൊടുത്തത്. ഇപ്പോൾ സെൻറ്ററിലല്ല കെട്ടേണ്ടത്, ഒരു അറ്റത്തായിട്ട് നമുക്ക് നല്ല സെക്യൂർഡായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു സൂചിയും നൂലാണ്. ഈ സൂചി എടുത്തിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് നമുക്ക് താഴ്ഭാഗം ഒന്ന് കെട്ടിക്കൊടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ബീഡ്സ് വേണം. ഞാനിപ്പോൾ ഓറഞ്ചും വൈറ്റും ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഒരു വൈറ്റ് ബീഡും പിന്നെ 2 ഓറഞ്ച് ബീഡും, അങ്ങനെയാണ് ഞാൻ കോർത്തെടുക്കുന്നത്. ഇതുപോലെ 2 എണ്ണം കൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ 3 എണ്ണമാണ് വേണ്ടത്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബാംഗിൾസും ഇത് ഞാനിപ്പോൾ വെച്ച പോലെ കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കുക. വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം
സെൻറ്ററിലുള്ളത് കുറച്ച് ലെങ്ത്ത് കൂടുതലും ബാക്കി 2 സൈഡിലുള്ളത് സെയിം ലെങ്ത്തിലും വേണം എടുക്കാൻ. എന്നിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഇപ്പം നമ്മളെ വാൾ ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹാങ് ചെയ്ത് ഇടാനൊരു ഹൂക്കും കൂടെ ഉണ്ടാക്കി കൊടുക്കുക. ഇതിൻ്റെ ത്രെഡ് ബാലൻസ് എടുത്തിട്ട് തന്നെ നമുക്കൊരു ഹൂക്കായിട്ട് കെട്ടിക്കൊടുക്കാം മുകളിലായിട്ട്. അപ്പോൾ നമ്മളെ ഹാങ്ങിങ് ഇവിടെ റെഡിയായി. നല്ല ഈസി ആയിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.